ഗൈസ്, ഞാൻ ഇപ്പോൾ ഉള്ളത് കൽക്കട്ടയിലാണ്. കൽക്കട്ട വെസ്റ്റ് ബംഗാളിൽ. അപ്പോൾ ഇന്ന് രാവിലെ എത്തിയുള്ളൂ. ഞാൻ എത്തിയപാടൊരു ഗുരുദ്വാരയിൽ പോയി ഗുരുദ്വാരയിൽ ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി കുടിച്ച് ഞാൻ ഇപ്പോൾ കൽക്കട്ട കാണാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പോകുന്നത് വിക്ടോറിയ മെമ്മോറിയലോട്ടാണ് ഇവിടുന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് വിക്ടോറിയ മെമ്മോറിയൽ എത്താനായി. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാലാണ് വിക്ടോറിയ മെമ്മോറിയൽ. പക്ഷേ ഗൈസ്, ഇവിടെ ലിഫ്റ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. സ്കൂട്ടർകാരൊക്കെ കാരണം ഒരു സ്കൂട്ടർ ലിഫ്റ്റ് ഇപ്പോൾ എനിക്ക് തന്നിട്ട് പറഞ്ഞ് ഹെൽമെറ്റ് ഒക്കെ പറഞ്ഞു. ഇവിടെ ഹെൽമെറ്റ് ഭയങ്കര സീനാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ 2 ഹെൽമെറ്റ് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനാന്നൊക്കെ പറഞ്ഞു ഇവിടെ. അപ്പോൾ ലിഫ്റ്റ് ഭയങ്കര പാടാണ്. കുറേയൊക്കെ നടക്കേണ്ടി വരും ഇവിടെ തന്നെ. നല്ല ബസ്സിനോ ട്രാമ്പൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പോകാം. അപ്പോൾ കൊൽക്കട്ടത്തെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ കാണാം കേട്ടോ. ഇങ്ങനത്തെ കുതിരവണ്ടി ഇവിടെ കുറേ കാണാനുണ്ട്. പിന്നെ എത്ര രൂപയാണെന്ന് അറിയില്ല, അങ്ങനെ കുറേ കാണാനില്ല ഇവിടെ പോകുന്നത്. ഈ കാണുന്നതാണ് വിക്ടോറിയ മെമ്മോറിയൽ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് കാര്യം വരുന്നത്. 50 രൂപ, 100 രൂപ, 500 രൂപ, പിന്നെ 30 രൂപ. അപ്പോൾ അകത്ത് കയറാനാണ് തോന്നുന്നത് എക്സ്ട്രാ 20 രൂപ. പിന്നെ ഒത്തിരി പേരൊക്കെ ഫ്രീ എൻട്രി ഉണ്ട്. യൂണിഫോം അടക്കം എന്തൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രീ എൻട്രി ആണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇതാണ് റേറ്റ് വരുന്നത്, ടിക്കറ്റ് വരുന്നത്. ഇവിടെ എന്തോ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ജീപ്പേ ഇല്ല ഈ മെമ്മോറിയലിനകത്ത് കയറാൻ. ഞാൻ പിന്നെ ഷോപ്പിൽ ചോദിച്ചപ്പോൾ 5 രൂപ എക്സ്ട്രാ എന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത്. പിന്നെ 3 പേര് ചോദിച്ചൊന്നും കാര്യം ഉണ്ടായില്ല, അങ്ങനെ എടുത്ത്. ഇവിടെ ഒന്നും ട്രൈപോഡ് അലൗ ചെയ്യുന്നില്ല. പിന്നെ ഇത് ആർമിക്കാരുടെ കൺട്രോളാണ് ഈ വിക്ടോറിയ മെമ്മോറിയൽ വരുന്നത്. വിക്ടോറിയ മെമ്മോറിയൽ എന്താണെന്ന് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് പറഞ്ഞുതരാം. ഗൈസ്, ഈ കാണുന്നതാണ് ക്യൂൺ വിക്ടോറിയ എന്ന് തോന്നുന്നത്. ഈ ക്യൂൺ വിക്ടോറിയ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലണ്ടിലത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക ക്യൂണായിരുന്നു കേട്ടോ. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കണ്ടോ. ഇപ്പോൾ ഈ ലൈറ്റാണേലും ഈ ബിൽഡിംഗ് ആണെങ്കിലും എന്താ പറയുക മാർബിളൊക്കെ കാണലൊക്കെ കണ്ടില്ല. ഒക്കെ ഒരു ബ്രിട്ടീഷ് ടച്ചാണ്. അവരാണ് പണിഞ്ഞത്. പക്ഷേ കൊൽക്കട്ട പോലെ സിറ്റിയിൽ ഇന്ത്യയിൽ ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഓരോ അവശേഷിപ്പുകളും ഇത്രയും അഡ്വാൻസ്ഡ് ആണെന്ന് നമുക്ക് തോന്നുന്നില്ലല്ലേ. നമ്മളിതാ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറി. ഇതാണ് മ്യൂസിയത്തിൻ്റെ ഫസ്റ്റ് ഇൻട്രോ വരുന്നത്. നല്ല വൃത്തി, കറക്റ്റ് ബ്രിട്ടീഷ് ടച്ചിലൊക്കെ ഉള്ള സംഭവം തന്നെ. കയറുമ്പോൾ തന്നെ നമുക്ക് കാണാനുള്ളത് വിക്ടോറിയ മെമ്മോറിയൽ പണിയുന്നതിൻ്റെ സമയത്തല്ല ഓരോ പടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് പണിയുന്നതിൻ്റെ സമയത്തുണ്ടായിരുന്നത്. അതൊക്കെ ഇതൊരു മേരി എന്ന് പറഞ്ഞിട്ടൊരു ക്യൂണാണ് ആ ഒരു പ്രതിമ. ഈ കാണുന്നതൊക്കെ തന്നെയാണ്. ഇതാണ് അപ്പോൾ മെമ്മോറിയൽ, വിക്ടോറിയ മെമ്മോറിയലിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത്. ഈ കാണുന്നൊക്കെ ഇതാണ് നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കണ്ട ഗോപുരം മൊത്തം സംഭവം. ഇതാണെന്ന് തോന്നുന്നു. ഇതാണ് വിക്ടോറിയ. 1937 ജനിച്ച് 1901 മരിച്ച് വിക്ടോറിയ. ഗേറ്റിൽ ഓഫ് പ്ലാസീൻ്റെ എന്തൊരു ഡെമോ മോഡലാണ് വെച്ചേക്കുന്നത്. ഞാൻ പണ്ട് ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ, ഓർമ്മയില്ല. നല്ല കേട്ടുവരവില്ലൊരു പേര് തന്നെ. ഇവിടെയൊക്കെ കുറേ ആയുധങ്ങളൊക്കെ കാണാം, പണ്ടത്തെ ഇങ്ങനത്തെ കുറേ കത്തിയും കൂടെ. ഇതൊക്കെ ഇന്ത്യൻ ഐറ്റംസ് ആണെന്നാണ് തോന്നുന്നത് കാണുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് എന്തൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ടേക്ക് നോ എൻട്രിയാണ് വെച്ചേക്കുന്നത്. പ്രതിമയിലെ ആളാണ് ക്ലീവ്. ഇത് ഞാൻ ഇവിടെ നല്ല കേട്ടുപരിചയമുണ്ട്, ആരാന്നറിയില്ല. ഇവിടെ തോക്കൊക്കെ കാണാം, പഴയ തോക്കൊക്കെ. കാണുന്നത് ഇന്ത്യത്തെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ റിഫോമേഴ്സ് എന്നറിയപ്പെടുന്ന ആൾക്കാരാണ് ഒക്കെ. ഗ്രേറ്റ് ഇന്ത്യൻ റിഫോമേഴ്സ്, അവരുടെ ഫോട്ടോസും പിന്നെ അവരുടെ ചരിത്രമൊക്കെയാണ് അവിടെ വെച്ചേക്കുന്നത്. കാണുന്ന ബാൽക്കണി പോലത്തെ സെറ്റപ്പ് കണ്ടോ. അങ്ങോട്ടേക്ക് ശരിക്കും നമുക്ക് പോകാനൊക്കെ പറ്റും, പക്ഷേ ഇവരൊരു നോ എൻട്രിയാണ് വെച്ചേക്കുന്നത്. അതും കൂടി സത്യം അലൗഡ് ചെയ്യണമെന്നില്ലേ. ഇവിടെയും കുറേ ഫോട്ടോസൊക്കെ കാണുന്നത്. താജ്മഹൽ പണിയുന്ന സമയമെന്നുണ്ടോ. താജ്മഹൽ പണിയുന്ന ഇത് മറ്റെന്തോ നമ്മുടെ ജയ്പൂർ രാജസ്ഥാനിൽ എന്തോ സംഭവമല്ലേ അത്. ട്രെയിൻ, ആദ്യത്തെ ട്രെയിനാണെന്ന് തോന്നുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ വന്നപ്പോൾ ബ്രിട്ടീഷുകാരുടെ എന്തോ ചർച്ച എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇവിടുത്തൊരു അത്യാവശ്യം വലിയ പെയിൻറ്റിങ്ങാണ്. ഇത് റെഡ് ഫോർട്ടല്ലേ നമ്മുടെ ഇതില്ലേ, ജാമിയ മസ്ജിദില്ലേ, ഡൽഹിയിലെ ജാമിയ മസ്ജിദ് കണ്ടോ. പണ്ട് ആനയൊക്കെ വന്ന് വലിച്ചുകൊണ്ട് വന്ന് പണ്ടത്തെ കീബോർഡ്. ഇതൊരു കപ്പൽ കാണാം ഇവിടെ. ഇതാണ് ഈ വിക്ടോറിയ മെമ്മോറിയലത്തെ ഏറ്റവും വലിയൊരു ഫോട്ടോ കാണുന്നത്.
ഇതെന്താ എവിടെയാ? ഇതേതാ സ്ഥലം നമുക്ക് വല്ലതും മനസ്സിലായോ? ആദ്യം ഇത് കണ്ടിട്ട് ഒഡീഷയാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഇത് കണ്ടിട്ട് ഏതാണെന്ന് അറിയില്ല. ഇത് ആർക്കെങ്കിലും അറിയെങ്കിൽ പറയട്ടോ. ഈ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ അകത്തതാ പ്രാവ് കുഞ്ഞു. വിക്ടോറിയ മെമ്മോറിയലിനകത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ പറയുന്നുണ്ട്, ഫ്രീഡം കിട്ടിയതിനെ പറ്റിയൊക്കെ. ഇവരുടെ സ്റ്റോറിയാണ് ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് കിട്ടാൻ വേണ്ടി തുടക്കട്ടത് ഇവരാണെന്നൊക്കെയാണ് പറയുന്നത്. റാണി ലക്ഷ്മിബായിനെ മാത്രം എനിക്കിതിൽ അറിയുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ എല്ലാ സാധനങ്ങളൊക്കെ സ്റ്റോറിയൊക്കെ ഇതിൽ ഹിസ്റ്ററിയൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. നല്ലതുണ്ട്. റെവല്യൂഷണറി ആക്ടിവിറ്റീസ്, ഡോക്യുമെൻറ്റ്സ്, പിന്നെ ആരുടെ ഒരു ഇതെടുത്ത് നമുക്ക് ഓരോ പണ്ടത്തെ ഫോട്ടോസും ഇതൊക്കെ ഇങ്ങനെയൊക്കെ അടിച്ചടിച്ച് കാണാം. പിന്നെ ഇപ്പോൾ സ്റ്റോറി ആണെങ്കിൽ ഇപ്പോൾ ഉള്ള സ്റ്റോറി സെലക്ട് ചെയ്താൽ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ഉണ്ട്. അതാ പുറത്തിറങ്ങി. ഇത് വിക്ടോറിയ മെമ്മോറിയലിൻ്റെ വേറെ സൈഡാണ്. നല്ല സൈഡില്ല കാണേ ഈ സൈഡ്. ഇവിടെ എന്തോ ഷോ ഒക്കെ നടക്കുന്നുണ്ട് തോന്നുന്നത്. മറ്റേ പ്രൊജക്ടറും കസാരയൊക്കെ വെച്ചിട്ടുണ്ട്. വിക്ടോറിയ മെമ്മോറിയലിന് ചുറ്റും വലിയൊരു ഗാർഡൻ തന്നെ ഉണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കുന്നത് കാണാം. പിന്നെ 2-3 ലേക്ക്, എന്താ പറയുക, ലേക്കല്ല, ഒരു പോണ്ട് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ വിക്ടോറിയ മെമ്മോറിയൽ എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ടൈമിന് ഇന്ത്യത്തെ ആ സമയം ബ്രിട്ടീഷത്തെ ആദ്യത്തെ ക്യൂ എന്ന് പറയുന്നത് വിക്ടോറിയ എന്ന് പറഞ്ഞ ക്യൂ ആയിരുന്നു. അപ്പോൾ ഈ ക്യൂ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ക്യൂവിൻ്റെ മെമ്മറിക്ക് വേണ്ടി ബ്രിട്ടീഷുകാരും പിന്നെ ക്യൂവിൻ്റെ മകനും ഗ്രാൻഡ് സൺ അങ്ങാണ്ട് പണിഞ്ഞതാണ് ഈ വിക്ടോറിയ മെമ്മോറിയൽ വരുന്ന ഈ സ്ഥലം. പിന്നീട് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ബ്രിട്ടീഷുകാരൊക്കെ പോയി. അപ്പോൾ ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലാവുമല്ലോ എന്തായാലും. അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെ പോലും ഇത് സ്റ്റേറ്റിൻ്റെ അല്ല, നാഷണൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഫുള്ളും മിലിറ്ററിക്കാരെ ഇവിടെ ഫുള്ളും പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്. എന്താ പറയുക, സേഫ്റ്റിന്നൊക്കെ നോക്കുന്നത്. ഇവിടെ ടിക്കറ്റ് എൻട്രി വരുന്നത് 50 രൂപയാണ് ഇന്ത്യക്കാർക്ക്. പിന്നെ ഗാർഡൻ മാത്രം നമുക്ക് കയറണമെങ്കിൽ 30 രൂപ. അതിനകത്ത് കയറണമെങ്കിൽ എക്സ്ട്രാ 20 രൂപയും കൊടുത്താൽ മതി. കാണാനുണ്ടോ ചോദിച്ചാൽ കുഴപ്പമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഒരു 1 ഹവറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഈ കൊൽക്കത്തയിലുള്ള ഈ വിക്ടോറിയ മെമ്മോറിയൽ. ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് കത്തീഡ്രൽ ചർച്ചിലോട്ടാണ്. അപ്പോൾ ഈ മ്യൂസിയത്തിന് തൊട്ടടുത്ത് തന്നെയാണ് പറഞ്ഞത്, അത് കാണാവുന്നത് തന്നെ. അതാണ് കത്തീഡ്രൽ ചർച്ച്. എന്തോ ഏഷ്യത്തെ വലിയ ചർച്ചോ അങ്ങനെ എന്തോ ആണ്. ഞാൻ അവിടെ നോക്കിയിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയ ഒരു പ്ലാനറ്റോറിയമാണ്. ഇത് എൻട്രി ടിക്കറ്റ് ഉണ്ടോ എന്ന് അറിയില്ല, നോക്കി നോക്കാം. ഈ പ്ലാനറ്റോറിയത്തിൻ്റെ അകത്തെല്ലാം ഒരു ഷോയാണത്, കിടന്ന് കാണുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പ്ലാനറ്റോറിയത്തിൻ്റെ അകത്താണ് കേട്ടോ. ഞാൻ എതിരെ കയറി. ഇവിടെ എന്താ സ്റ്റാഫ് എൻട്രി കണ്ട്, ഞാൻ അതിലൂടെ കയറിക്കൊന്നും ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ എടുത്തൊന്നും ആളും കാണാത്തത്. ഷോ നടക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അതിപ്പോൾ നേരത്തെ കാണിച്ച് ഇപ്പം കണ്ടത് ഷോയിൻ്റെ ആയിരുന്നു, അതാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ ഷോ ഇല്ല, അതിനകത്തൊക്കെ ഷോ നടക്കുന്നത്. ഐസ് എന്നെ ഇറക്കി വിട്ടു കേട്ടോ. ഞാതാ ഈ വാലിൽ കൂടെ കയറിയത്. ഇത് സ്റ്റാഫ് എൻട്രി ആയിരുന്നല്ലോ. ഇത് രണ്ടും പൂട്ടിയിട്ടേക്കാം. എന്നോട് പറഞ്ഞു ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ടിക്കറ്റ് എത്രയാണ് അവിടെ കാണിച്ചുതരാം. 140 സംതിങ് ആണ് ടിക്കറ്റ് വരുന്നത്. 140 രൂപ ടിക്കറ്റ്. അപ്പോൾ ഞാൻ നോക്കുന്നത് ഇവിടെ ഫ്രീ എൻട്രി അല്ല, ആവൂല്ലല്ലോ എന്ന്. നമ്മളെ നാട്ടിലിപ്പോൾ കോഴിക്കോടുണ്ട് ഇതേപോലത്തെ ഒരു പ്ലാന്റ് വരും. അവിടെ ഇത്രയില്ലാന്ന് തോന്നുന്നു ടിക്കറ്റ് പ്രൈസ്. അത് ഞാൻ നോക്കുന്നത്. ഞാനാണ് സെൻറ്റ് പോൾസ് കത്തീഡ്രൽ. ഇവിടെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഭയങ്കര ഫേമസ് ആണ് ഈ പള്ളി. കാര്യത്തിൽ പറഞ്ഞാൽ പിന്നെ എന്തോ കേട്ടാണ് നേരാണല്ലോ, ഡയാന പ്രിൻസസും. ഇതിപ്പോൾ 10 രൂപ ഇവിടെ. ഞാനൊന്ന് ചോദിച്ചു നോക്കി, പള്ളിയല്ലേ ഇവിടെ എന്ത് കാണാനാണ് 10 രൂപയ്ക്ക് എന്തായാലും ചോദിച്ചു നോക്കിയപ്പോൾ കയറിക്കോളാൻ പറഞ്ഞ്. ഞാൻ പൈസ ഇല്ല ചോദിച്ചാൽ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കയറിക്കോളാൻ പറഞ്ഞു. 10 രൂപയാണ് എന്തായാലും ലാഭിച്ച് വെറുതെ. ഇതാണ് ചർച്ചിൻ്റെ അകം വരുന്നത്. ഇവിടെ വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല, അവിടെ സെക്യൂരിറ്റി ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് എൻട്രി മാത്രം കാണിക്കാൻ, ഞാൻ ബാക്കി ഇവിടെ അലൗഡ് അല്ല കാണിക്കാൻ. ഇവിടെ ഇങ്ങനത്തെ ക്ലാസ്സിലൊക്കെ ചായ കിട്ടും, 10 രൂപയേ ഉള്ളൂ. ഇതിൻ്റെ വലുതിന് എത്രയാ, 20 രൂപ, ചെറുതിന് 10 രൂപ. ചായ സുഖമില്ല, ഒരുമാതിരി ചൊവ, കഴിക്കുന്നത് എന്തോ മധുരമൊട്ടില്ല, എന്തൊക്കെ ജൈവ ചൊവ. ഈ ഒരു ക്ലാസ്സിൽ ചായ കുടിച്ചാൽ എന്താ ഗുണമെന്ന് അറിയാം. സിംഗിൾ ടൈമാണ് ചായ യൂസ് ചെയ്യുന്നത്. ഈ കടയിൽ നിന്ന് മേടിച്ചാൽ ഞാൻ കുടിച്ച് കഴിഞ്ഞപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ പറയാം ഇവിടെ കളഞ്ഞോളെ. എന്തായാലും ഇല്ല. പക്ഷേ കുതിരവണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തേക്കുന്ന കാണാം. ഇത് കണ്ടോ, മറ്റേ ട്രാമ്പിൻ്റെ വഴിയാണ് അത്. ഇവിടെ ഒക്കെ കണ്ടില്ലേ, ട്രാമ്പൊന്നും പോകുന്നില്ല എന്നാണ് ഇവിടെ ആരും പറയുന്നത്. കാണുന്നൊക്കെ ട്രാമ്പ് പോകുന്ന
എന്താ പറയുക ഈ വഴിയാണ്, അതിൻ്റെ ട്രാക്കായി കിടക്കുന്നതൊക്കെ. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരാൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ട്രാമ്പൊക്കെ നിർത്തി ഇപ്പോൾ ഏതോ റൂട്ട് പറഞ്ഞു, എക്സ്പ്ലാൻറ്റ് അങ്ങനെന്ന് പറഞ്ഞു. അപ്പോൾ ഭാഗത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ നോക്കിയപ്പോൾ 2 കിലോമീറ്റർ എങ്ങാണ്ടുള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുവാണ്. ഞാൻ ലിഫ്റ്റ് കിട്ടും, പക്ഷേ നടക്കാൻ കിട്ടുന്ന ചാൻസ് ഉണ്ടാവുള്ളൂ. ഞാൻ ലിഫ്റ്റ് ഇടാൻ വേറെ പാടെ കിടക്കാം. അവിടെ ഉണ്ടെന്ന് പറയുന്നുള്ളൂ ഇപ്പോൾ ട്രാമ്പ്. അവിടെ പോയി നോക്കി നോക്കാം. ഇനി ഇതാണ് കൊൽക്കട്ടയുടെ പഴയ സിറ്റി പോലത്തെ ഒരു സ്ഥലം. കുറേ പഴയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അവിടെയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കണ്ട LICൻ്റെ ബിൽഡിങ്ങാണിത്. ഇവിടെയൊക്കെ ഉണ്ട് കുറേ. ഗൈസ് ഞാനപ്പോൾ നടന്ന് പിന്നെ അവസാനം എക്സ്പ്ലാൻഡ് എന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ ട്രാമ്പ് വരുന്നതാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇതാണ് ട്രാമ്പിൻ്റെ ഒക്കെ ഒരു ബസ് സ്റ്റാൻഡ് പോലെ എന്തോ സെറ്റപ്പാണിത്. ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഇവിടെ കുറേ നേരം നിന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ നടന്നു നോക്കാം. ഇതാണ് ട്രാമ്പ് പോകുന്ന വഴി. അപ്പോൾ വഴി വെച്ച് കാണാൻ കയറാം. ഇവിടെ നിൽക്കുവാണെങ്കിൽ എത്ര 6:10 ആവുമെന്നൊക്കെയാണ് പറയുന്നത് കയറാം. ഇപ്പോൾ തന്നെ 5:15 ഉള്ളൂ. വെറുതെ ടൈം കളയാൻ വയ്യ. ഇതിലെ കാത്തിരിപ്പിന് ശേഷം ട്രാമ്പ് വന്നിരിക്കുകയാണ്. ഇതാണ് ഗൈസ്, നമ്മളതാത്തോട്ട് കയറാം. ഇങ്ങനെ കയറുന്നത് ഗൈസ് അകത്തോട്ട് കയറി. ഇതാണ് ട്രാമ്പ് വരുന്നത്. 2 സെക്ടറായിട്ടാണ് വരുന്നത്. ഇതാണ് ഗൈസ് ടിക്കറ്റ് വരുന്നത്. വെറും 6 രൂപയുള്ളൂ ട്രാമ്പിൽ ടിക്കറ്റ് വരുന്നത്. ഇങ്ങനെയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ട്രാമ്പാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവാണ്. വണ്ടിക്കാരൊക്കെ ഇങ്ങനെ മുമ്പിൽ വന്നിരിക്കുക ട്രാമ്പിൻ്റെ മുമ്പിൽ കൂടെ. ഗൈസ് ഈ ട്രാമ്പ് സർവീസ് ഇപ്പോൾ ഒരേ ഒരു റൂട്ടിൽ മാത്രമേ ഇതിപ്പം നടക്കുന്നുള്ളൂ. ബാക്കി എല്ലാ റൂട്ടിലും ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കാം. ഈ ഒരു റൂട്ടേ ഉള്ളൂ. ഈ റൂട്ടിൻ്റെ പേര് വരുന്നത് എസ്പ്ലാൻഡേ എന്ന് പറഞ്ഞൊരു റൂട്ടാണിത് പേര് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ചിക്കൻ റോളാണിത്. മേടിക്കാൻ വേണ്ടി നിന്ന് 60 രൂപ വില വരുന്നത്. പക്ഷെ നഷ്ടമാണ്. കണ്ടില്ലേ, മുളകും 2 സവോളയൊക്കെയാണ് ഈ പൈസ 60 രൂപ. പൊറോട്ടയാണെന്ന് തോന്നുന്നു, പൊറോട്ട. ഇവിടെ വേറെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. റോളുകൾ ഇങ്ങനെ കുറേ ചിക്കൻ ടിക്ക റോള്, അങ്ങനെ റോള്, പിന്നെ ബിരിയാണിയും കാര്യങ്ങൾ ഇതൊക്കെ എടുത്ത് കണ്ട. ഈ ചിക്കനാണ് ഇയാൾ ഇപ്പോൾ കൈകൊണ്ട് എടുത്തത്. ഞാൻ കണ്ടതാണ്, കൈകൊണ്ട് എടുത്തിട്ടൊക്കെ തരുന്നത്. ഇന്ന് നൈറ്റ് ഗുരുദ്വാര ഫുഡ് ഉണ്ടാവില്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പുറത്ത് പോവുക. അപ്പോൾ അവർ പുറത്ത് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഫുഡ് ഉണ്ടാവില്ല. പിന്നെ ചെറിയ ഗുരുദ്വാരയും കൂടി ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു കടയിൽ കയറി ഫുഡ് കഴിക്കാൻ. ഇതാണ് കട. ഇവിടെ 50 രൂപയ്ക്കൊക്കെ ചിക്കൻ റോളും പിന്നെ 50 രൂപയ്ക്ക് ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതാണ് ഷോപ്പിലത്തെ മെനു ആണിത്. ഭയങ്കര വിലക്കുറവാണ്. കണ്ടില്ലേ, ഫുഡിനൊക്കെ ഭയങ്കര വിലക്കുറവില്ല, സാധാരണ വിലതിനെക്കാട്ട് വിലക്കുറവാണ്. പിസയ്ക്കൊക്കെ 150-200 രൂപയ്ക്കൊക്കെ പിസ്സ കിട്ടും. ഈ അല്ല പിസയ്ക്ക് 150-200 രൂപയ്ക്കുള്ളൂ. അപ്പോൾ ഇനി ഇവിടുന്ന് കഴിക്കാൻ വിചാരിച്ച് ഫുഡ് വന്ന് ഇതാണ് ഫുഡ്. വെറും 120 രൂപയുള്ളൂ ഈ സാധനത്തിന്. ഗൈസ്, അപ്പോൾ കൊൽക്കട്ടത്തെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഇനി നാളെ ഞാൻ ഹൗറ ബ്രിഡ്ജും ആ സൈഡൊക്കെ പോകുന്നുണ്ട്. ഞാൻ അവിടുത്തെ വീഡിയോസൊക്കെ ഞാൻ നാളെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ബൈ.